എങ്ങനെ എളുപ്പത്തിൽ മുടി വളർത്താം എന്നുള്ളൊരു വീഡിയോ ആണിത്. കംപ്ലീറ്റ് കേടല്ല, പകരം ഹെയർ സാധാരണ വളരുന്നതിനേക്കാൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വളരാനുള്ള ടിപ്സാണ് പറയുന്നത്. ഐഡന്റിഫൈ ആയിട്ട് പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, അതുപോലെ റിസൾട്ടും ഉള്ളതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ലുക്ക് മാക്സിംഗ് ആൻഡ് ഗ്ലോ അപ്പ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെല്ലാവരും ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഓയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും ചില ആളുകൾക്ക് അറിയില്ല. ശരിക്കും ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനാണ്. മാർക്കറ്റിൽ പല രീതിയിലുള്ള ഹെയർ ഓയിൽസും അവൈലബിൾ ആണ്. പക്ഷേ ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഹെയർ ഓയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമാണ്. എല്ലാ ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്കും എളുപ്പം ഗ്രോ ചെയ്യാൻ പറ്റിയ ഓയിലാണ് ഒനിയൻ ഓയിൽ എന്നുള്ളത്. അതായത് സവാളയും വെളുത്തുള്ളിയും കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സവാള എന്നുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. സവാളയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലോമേറ്റീവ് എന്നിവ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കും. ഒനിയൻ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. നല്ലൊരു സവാള കഴുകി വൃത്തിയാക്കിയെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ 5-6 വെളുത്തുള്ളി കഷ്ണങ്ങളും കൂടി കഴുകി കട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയിൽ ആൻറ്റി ഫംഗമൽ, ആൻറ്റി മൈക്രോബിയൽ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് താരനുണ്ടാക്കുന്നത് കുറയ്ക്കുകയും അതുപോലെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇവ രണ്ടും ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം 200 മില്ലി ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് അത് ചൂടാക്കിയ ശേഷം ഈ ഒരു ബൗൾ അതിലേക്ക് ഇറക്കി വെച്ച് 15 മിനിറ്റ് ചൂടാക്കി എടുക്കുക. ചൂടാറിയ ശേഷം ഈ ഒരു എണ്ണ അരിച്ചെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ആഴ്ചയിൽ 3 to 4 തവണ ഈ ഒരു എണ്ണ യൂസ് ചെയ്യുക. മുടി നല്ലതുപോലെ വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. മുടി കൊഴിഞ്ഞിടത്തൊക്കെ മുടി കിളിക്കുന്നതായിട്ട് കാണാം. 1-2 ആഴ്ച യൂസ് ചെയ്തിട്ട് നിർത്തരുത്. കൺസിസ്റ്റൻസി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പതിയെ നല്ല റിസൾട്ട് കാണാൻ സാധിക്കും. മറ്റൊരു ഹെയർ ഗ്രോ ടിപ്പാണ് റോസ്മേരി എന്നുള്ളത്. മുടിക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് റോസ്മേരി എന്നുള്ളത്. റോസ്മേരി വാട്ടറിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ആൽപ്പ എന്ന ബ്രാൻഡിന്റെ റോസ്മേരി വാട്ടർ. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നതും അതുപോലെ യൂസ് ചെയ്തവരെല്ലാം നല്ല റിസൾട്ടും പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഞാനും ഈ ഒരു പ്രൊഡക്റ്റ് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹെയർ ഫാൾ സ്റ്റോപ്പ് ആവുകയും മുടി കൊഴിഞ്ഞിടത്തൊക്കെ മുടി കിളിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത ശേഷം മസാജ് ചെയ്യുക. 1 മാസം എടുക്കുന്നതിന് മുമ്പേ തന്നെ റിസൾട്ട് കാണാൻ സാധിക്കും. റോസ്മേരി വാട്ടറിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യുക. ഹെയർ ഗ്രോ ആവുകയും ചെയ്യും, ഹെയർ ഫാൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. മറ്റൊരു ഹെയർ ഗ്രോ ടിപ്പാണ് അലോവേറ എന്നുള്ളത്. ആഴ്ചയിൽ 3 തവണ അലോവേറ യൂസ് ചെയ്യുക. മുടി വേഗത്തിൽ ഗ്രോ ആവുന്നത് കാണാം. അലോവേറ യൂസ് ചെയ്തിട്ടുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അതായത് അലോവേറ അത്രയ്ക്കും നല്ലതുപോലെ ഹെയർ ഗ്രോ ആവാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അലോവേറ ജെല്ലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനേക്കാൾ നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ കിളിപ്പിച്ചതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന ചെടി തന്നെയാണ് നല്ലത്. അലോവേറ ജെല്ല് മാത്രമായിട്ട് യൂസ് ചെയ്യുക, അല്ലാതെ അതിൽ മറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ ഗ്രോത്തിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ റിവ്യൂസ് പറയുന്നത് അലോവേറയും മുരിങ്ങയുടെ ഇലയും കൂടി മിക്സിയിൽ അരച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. ഇത് ഓപ്ഷനിലാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അലോവേറ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ 3 തവണ അലോവേറ യൂസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ 3 നാച്ചുറൽ ആയിട്ടുള്ള വഴിയിലൂടെ ഹെയറിനെ നല്ലതുപോലെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം എടുത്തു പറയണം, ജെനറ്റിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ മുടിയുടെ വളർച്ചയൊക്കെ നമ്മുടെ ജെനറ്റിക്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുക. ഹെയർ ഗ്രോത്തിനും നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്കും ടെസ്റ്റോസ്റ്ററോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒമേഗ 3 കഴിക്കുക. ഇത് കണ്ണിനും മുടിക്കും നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ എ, സി, ഡി, ഇ, അതുപോലെ ബയോട്ടിൻ, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഫുഡ്സ് കഴിക്കുക. ബീൻസ്, ക്യാരറ്റ്, വാൾനട്ട്സ്, മുട്ട, മീൻ, യോഗർട്ട് ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. ഇതുകൂടാതെ ഒരുപാട് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഫുഡ്സ് വേറേതുണ്ട്. നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളതല്ല ഇഷ്ടമായത് നിങ്ങൾ കഴിക്കുക. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ടിപ്സിലൂടെ നമ്മുടെ മുടിയൊക്കെ നല്ലതുപോലെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഒനിയൻ ഓയിലും അതുപോലെ റോസ്മേരി വാട്ടറും മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ഒരുപാട് റിവ്യൂസ് പറയുന്നത് ഈ റോസ്മേരി വാട്ടറും അതുപോലെ ഒനിയൻ ഓയിലുമാണ് ഹെയറിന് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ജെനറ്റിക്സ് നമ്മുടെ മുടിയിൽ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. മുടിയെ നല്ലതുപോലെ കെയർ ചെയ്യുക, നല്ലതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഗ്ലോ അപ്പ് വീഡിയോ ആയിട്ട് കാണാം.